പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാഗ്ദത്ത വചനം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ച് മുൻപോട്ട് ഇറക്കുമ്പോൾ ഇത്രത്തോളം താൻ അനുഗ്രഹിക്കപ്പെടുമെന്നും ഇത്രത്തോളം താൻ വർദ്ധിപ്പിക്കപ്പെടുമെന്നും താൻ ഒരിക്കലും ചിന്തിച്ചുകൊണ്ടല്ല അബ്രഹാം ദൈവവിളി കേട്ടിറങ്ങി. എന്നാൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ വിട്ടിട്ട് ദൈവവിളിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട വിശ്വാസത്തോടെ ഇറങ്ങിയ അബ്രഹാമിനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളെ, ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയ ഒരു ദൈവബദലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ. ആരും ചെയ്യാത്തത് ചെയ്യുകയും ആരും തരാത്തത് നൽകുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് ഒരു സന്തതി ഇല്ല എന്ന് അബ്രഹാം ചെന്ന് ദൈവത്തോട് പരിഭവം പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് കൊടുത്ത ഒരു വാഗ്ദത്തം ഇതാണ്: ഞാൻ നിന്റെ സന്തതിയെ ഈ ദേശം കൊണ്ട് അവകാശമാക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഞാൻ നിനക്ക് സന്തതികളെ നൽകും. ദൈവം ആരാണ്? ഇല്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കുന്നവനായ ദൈവം. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് ചിലതിനെ വർദ്ധിപ്പിച്ച് നൽകുവാൻ പോകുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നിങ്ങൾക്ക് അല്പമേ വിശ്വാസമുള്ളോ ആ വിശ്വാസത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നിങ്ങൾക്ക് അധിക നേരം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തൊരു വ്യക്തിയാണോ, നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നു ആ സമയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സമൃദ്ധിയായി ധാരാളം സമയം പ്രാർത്ഥിപ്പാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകും. അനുഗ്രഹിക്കുന്ന ദൈവം പറയുന്നു: ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കുന്ന ദൈവം അത്രയും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം നമ്മെ വർദ്ധിപ്പിച്ച് ഒരു വിശാലതയിലേക്ക് നയിക്കുന്ന, ഞെരുക്കങ്ങളെ മാറ്റി വിശാലത നൽകുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ നല്ല ദൈവത്തെയാണ് പിൻപറ്റുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആകയാൽ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.